അംസാക്ക, ഈ കാണുന്ന 10 രൂപ, ഇതുപോലുള്ള ഒരു 10 രൂപ നിങ്ങളുടെ ഉമ്മാൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതാണ്. ഇന്ന് കാണുന്ന ഹംസ അഞ്ചുമുക്കിൽ എന്ന് പറയുന്ന ഇത്രയും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഹംസാക്കാൻ്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നു. വെറും 6ാം ക്ലാസ്സുകാരനായ ഹംസാക്ക ഇന്ന് അമേരിക്കയിൽ നിന്ന് പോയി PhD എടുത്ത്, അതായത് ഇന്ത്യയിലും ലോകത്തുള്ള പല ഭാഗത്തും ബിസിനസ് കൊണ്ട് നടക്കുന്ന ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ മാതാപിതാക്കൾക്ക് കേൾക്കേണ്ടതാണ്. എന്താണ് ഈ 10 രൂപയുടെ കഥ ഒന്ന് പറയും. ഇത് പുതിയ ഒരു 10 അല്ലേ? അന്ന് ഇങ്ങനെയല്ല, വളരെ ഒരു കറുത്ത് മുഷിഞ്ഞ ചുരുണ്ട് മടങ്ങിയ ഒരു 10 റുപ്യ എൻ്റെ ഉമ്മാടെ കോന്തല കെട്ടുന്നാണ് അയച്ചു തരുന്നത്. ആ 10 റുപ്യയും കൂടെ ഇല്ലാത്തൊരു ഹംസ ഉണ്ടായിരുന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വീട് കാണുന്നുണ്ടല്ലോ, അതിന്റെ അടിയിലാണ് നമ്മുടെ തറവാട് ഓലപ്പുര. ചോർന്ന് ഇതിപ്പോ മഴ പെയ്യുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ചോരാതിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അന്ന് ചോർന്ന് ഒലിക്കുന്ന ഒരു ഓലപ്പുരയില് ഒരു ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരു ഹംസ ഉണ്ടായിരുന്നു. 3ാം ക്ലാസ് സ്കൂളിലേക്ക് പോകണ ആ രംഗമാണ് ഇന്നും ഞാൻ ഓർക്കണത്. അന്നൊക്കെ 10 എന്താ പറയാ 10 ലക്ഷത്തിന്റെ മൂല്യം ഉണ്ടാവും, 10 റുപ്യയും ഇല്ല. പക്ഷെ അന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും പുത്തൻ ഉടുപ്പുണ്ട്, ഒരു കൊടയുണ്ടാവും, ചിലപ്പോൾ ചോറ്റുപാത്രം ഉണ്ടാവും, ചെരുപ്പുണ്ടാവും, ബാഗ് ഉണ്ടാവും. അങ്ങനത്തെ എല്ലാ സുഖ സൗകര്യങ്ങളോടെ സ്കൂളിൽ പോണ ഹംസ ഒന്നുമില്ലാതെ നിൽക്കുമ്പോഴാണ് ഉമ്മ പറഞ്ഞത്, ദേ അപ്പുറത്തുണ്ട് ഒരു മൂർക്കത്ത് വീട്, അവിടെ നിന്ന് മജീദ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, എൻ്റെ പ്രായ, അവൻ്റെ ഒരു പഴയ കുപ്പായ ഉമ്മാക്ക് കിട്ടിയിരിക്കണ്, അവർ കൊടുത്തതാ. അത് കീറിയതാണ്, അത് തുന്നി അലക്കിയിട്ട് എനിക്ക് ഇട്ടെന്നിട്ട് എൻ്റെ ഉമ്മ പറയാം, മോനെ ഇത് ഇട്ട് പൊയ്ക്കോന്ന്. ചായയും കടിയില്ല അന്ന്, പലഹാരങ്ങളൊന്നുമില്ല. ഒരു കുത്തിഞ്ഞാണത്തിൽ അരി വറുത്ത് കടിയാക്കിയിട്ട് കട്ടൻ ചായ എടുത്തിട്ട് തന്നിട്ട് കുടിക്കും മോനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചില്ല, എവിടുന്നേ ഉമ്മ നമുക്ക് അരി കിട്ടിയെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അരി ഭക്ഷണം കഴിച്ചത് പോലും ഹംസക്ക് ഓർമ്മയില്ല. കുട്ടിക്കാലത്ത് ഉമ്മ വായിൽ ഉരുട്ടി തന്നിട്ടുണ്ടാവും, ഓർമ്മയില്ല. അപ്പോഴാണ് എൻ്റെ ഉമ്മ പറയുന്നത്, ഈ വീടിൻ്റെ വരാന്തയിലേക്ക് കരി തേച്ച തിണ്ടിലുണ്ട് ചുരുണ്ട് മടങ്ങി ഒരു പാവം വൃദ്ധൻ കിടന്നുറങ്ങണം. എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരണം ഉമ്മ, കണ്ടടാ ഇന്നലെ എൻ്റെ അടുത്ത് യാചിച്ചു വന്നതാ. ഞാൻ എൻ്റെ പട്ടിണിയും പാവം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ നിന്നും തന്ന ഒരു പിടി അരിയുടെ അരപ്പിടിയാണ് കഞ്ഞി വെച്ചത്. അതിൻ്റെ പകുതി കൊണ്ട് അതിന് ഞാൻ കഞ്ഞി കൊടുത്തു, പാതിയാണ് ഈ ചായക്കടി ഉണ്ടാക്കി, എൻ്റെ കുട്ടി കുടിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ആവേശത്തോടെ പറഞ്ഞ വാക്ക്, എന്നാൽ എന്നും ആ പാപ്പാനോട് ഈ വീട്ടിലേക്ക് വരാൻ പറയുന്ന പറഞ്ഞു. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? 10 റുപ്യ ഇല്ല, 10 വലിയ പൈസയാണ്. അങ്ങനെ സ്കൂളിലേക്ക് പോയി, അവിടെ പോയി പഠിക്കണ്, ഓരോരോ മാഷിൻ്റെ ചോദ്യങ്ങൾ, ഇതൊന്നും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ന് ഓർത്തിട്ടുണ്ട്, എന്ന് എനിക്ക് സ്വന്തമായ ഉടുമുണ്ട് വാങ്ങും പഠിച്ചോനെ ഞാൻ. അന്ന് അധ്വാനിക്കാൻ തുടങ്ങി.